എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ചില ബന്ധങ്ങളൊക്കെ മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ ആത്മാവിന്റെ ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ ആരെയെങ്കിലും മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണെങ്കിൽ അതൊരു സാധാരണ ബന്ധമല്ല എന്ന് മനസ്സിലാക്കാം. ആ ബന്ധത്തിൽ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടാവാം. ഇന്ന് നമ്മൾ കാർഡ് വഴി നോക്കുന്നത് അത്തരത്തിലുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്കുള്ളത് ഏത് വിധത്തിലുള്ള സോൾ കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദിവ്യ സന്ദേശം എന്താണെന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൈവികമായിട്ടുള്ള ഒരു കരാറാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ഡെപ്തിലുള്ള ഒരു ബന്ധം തന്നെ ആയിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്ന ആ സമയത്ത് പോലും അതിന്റെ വൈബ്രേഷൻ അവർക്ക് അവരുടെ ഹൃദയത്തിൽ കിട്ടും. ഇതൊരു ടു സോൾ വൺ സ്റ്റോറി എന്ന് പറയുന്ന പോലെ അത്രയും ആഴത്തിലുള്ള ആത്മബന്ധം തന്നെയാണ്. പല ജന്മങ്ങളിലൂടെ നിങ്ങൾ പിന്തുടർന്നു വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇത്. ഇവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ഉടനെ നടക്കാത്തതിന് പിന്നിൽ ഒരു ഡിവൈൻ ഓർഡർ ഉണ്ട്. നിങ്ങളുടെ ആത്മാക്കളിൽ ഇപ്പോൾ ഹീലിംഗ് നടക്കുകയാണ്. ഈ വേർപിരിയലിന് പോലും അല്ലെങ്കിൽ ഈ വേർപിരിയൽ പോലും ഒരു ദിവ്യമായ പാഠമാണ്. സമയമെത്തുമ്പോൾ യൂണിവേഴ്സ് തന്നെ ആ ബന്ധത്തെ ബാലൻസ് ചെയ്യും. നിങ്ങളുടെ ആത്മാക്കൾക്ക് ഒരു പങ്കിട്ട ദൗത്യമുണ്ട്. അതായത് നിങ്ങൾ ഒരുമിച്ചാലും വേർപിരിഞ്ഞാലും ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ എനർജി നീങ്ങുന്നത്. നിങ്ങളുടെ ബന്ധം യൂണിവേഴ്സിൽ നിന്ന് അയച്ച പ്രകാശത്തിന്റെ ഒരു പാതയാണ്. അപ്പോൾ പ്രിയരെ, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു വ്യക്തിയല്ല, നിങ്ങളുടെ തന്നെ ആത്മാവിന്റെ പ്രതിഫലനത്തെയാണ് എന്ന്. ഈ ബന്ധം നിങ്ങൾക്ക് പ്രണയം മാത്രമല്ല, ഉണർവും ദൈവികമായ ബോധവുമാണ് നൽകുന്നത്. ഇതൊരു പ്രണയകഥ മാത്രമല്ല, രണ്ടാത്മാക്കളുടെ യാത്രയാണ്. ദൈവം തന്നെ എഴുതി വെച്ച ഒരു കഥ. വേർപിരിഞ്ഞാലും ഒരേ പ്രകാശത്തിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുകയും ആവാം. നന്ദി.